ഹായ് ഗ്രേസ് ഗാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നല്ല മഴ പെയ്തിരിക്കുക ഇപ്പോൾ. ഈ പ്രാവശ്യത്തെ നമ്മുടെ റംബൂട്ടാൻ പ്ലാന്റുകളൊക്കെ എപ്പോൾ പൂക്കുമെന്നോ എങ്ങനെയാണെന്നൊന്നും ഇപ്പോഴത്തെ മഴ, അതായത് ഡിസംബർ ലാസ്റ്റ് ജനുവരിയിലെ മഴയൊക്കെ ഈ ഫ്ലവറിങ്ങിനെ ബാധിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കെല്ലാവർക്കും അറിയാം, എൻ്റെ ഈ ഒരു റംബൂട്ടാൻ ഒഴികെ ബാക്കി എല്ലാ റംബൂട്ടാനും വളരെ താമസിച്ചാണ് നമുക്ക് ഫ്രൂട്ട് കിട്ടിയത്. പൊതുവെ കേരളത്തിൻ്റെ ഒരവസ്ഥ പലയിടങ്ങളിലും അങ്ങനെയായിരുന്നു. എന്നാൽ ഈ റംബൂട്ടാൻ എനിക്ക് മാർച്ചിൽ കുറച്ച് ഫ്രൂട്ട് കിട്ടി. പിന്നീട് മെയ്യിൽ ഒരു 70 കിലോയോളം എനിക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇത് ഏകദേശം ഒരു 13 വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്രൂട്ട് വളരെ മധുരമുള്ളതാണ്. ഇതിൻ്റെ തൊലിയുടെ കളറ് ഒരു റെഡിഷ് കളറിലേക്ക് വരും. ആ സമയത്ത് ഇത് നല്ല മധുരമാണ്, ജ്യൂസിയാണ്, നന്നായിട്ട് കായ്ക്കുന്ന ഇനമാണ്, സീഡിന് വലിപ്പക്കുറവാണ്. ഇത് ധാരാളം റംബൂട്ടാൻ നിൽക്കുന്ന ഒരു തോട്ടത്തിലെ ഫ്രൂട്ട് പാകി അതിൻ്റെ ഒരു സീഡ് മുളച്ച അങ്ങനെ നമുക്കൊരു ലക്കിന് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഒക്ടോബറിൽ നമ്മൾ NPK കൊടുക്കും. ഇത് ലിക്വിഡ് NPK ആണ്, ചോട്ടിൽ വെള്ളത്തിൽ കലക്കിയത് ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്. നവംബർ മാസത്തിൽ ഞാൻ ഇത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. മൈക്രോ ന്യൂട്രിയൻ്റ് ഇത് ലിക്വിഡും ഉണ്ട്. ഇത് ലിക്വിഡായിട്ടുള്ള ലിക്വിഡ് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. മഴയാണെങ്കിൽ ഞാനിത് ചോട്ടിൽ കൊടുക്കും. മഴയില്ലെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒക്ടോബറിൽ NPK കൊടുത്തു, നവംബറിൽ മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ മഴ കാരണം എങ്ങനെയാണെന്നൊന്നും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. എങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാണ്, ബാക്കി ദൈവം ചെയ്യട്ടെ. ഡിസംബറിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന പൊട്ടാഷാണ്. പൊട്ടാഷ് ഞാനിവിടെ പോളിഹാലൈറ്റ് എന്നുള്ളൊരു വളമാണ് ഇപ്പോൾ കൊടുക്കാൻ പോകും. പോളിഹാലൈറ്റ് സൾഫറുണ്ട്, പൊട്ടാഷുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഇതാണ് പോളിഹാലൈറ്റ് വളം. ഇതിൽ സൾഫർ, പൊട്ടാഷ്, മഗ്നീഷ്യം, കാൽസ്യം, പോളിഹാലൈറ്റ്. നല്ല മഴയുള്ളതുകൊണ്ട് ഇതാണ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതില്ലാത്തൊരു പൊട്ടാഷ് നമുക്ക് മഴയുള്ളതുകൊണ്ട് പൊട്ടാഷ് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ചോട്ടിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ ഉണ്ടാകുന്ന ചാരം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാൻ ഇലകളിൽ ഇപ്പോൾ ചോട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് നമ്മൾ ഈ പോളിഹാലൈറ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ തവണ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് നല്ല വിളവും നേരത്തെ മെയ് മാസത്തിൽ എനിക്ക് വിളവെടുപ്പാൻ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഈ റംബൂട്ടാന് പോളിഹാലൈറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും നല്ല മഴയാണ്, അതുകൊണ്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. മഴ പെയ്തില്ലെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കാം. ഇത് വലിയൊരു പ്ലാന്റാണ്, ഏകദേശം 13 വർഷത്തോളം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ഞാനിത് ഏകദേശം ഒരു 300 ഗ്രാമോളം ഇട്ട് കൊടുക്കുകയാണ്. ചോട്ടിൽ നിന്ന് അടർത്തിയാണ് കൊടുക്കുന്നത്. ചെറിയ പ്ലാന്റ് ആകുമ്പോൾ അതനുസരിച്ച് 150 ഗ്രാം 100 ഗ്രാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ പോളിഹാലൈറ്റ് ഇതിനിട്ട് കൊടുത്തു. ഇനി സീസർ റംബൂട്ടാനുണ്ട്, മറ്റ് യെല്ലോ റംബൂട്ടാൻ, N18, റോങ്ക്രിയാന്, അങ്ങനെ പല വെറൈറ്റികളുണ്ട്. അതിനൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ചിലർ പറയാറുണ്ട് ഞങ്ങളൊന്നും ചെയ്യാറില്ല എന്നിട്ട് ഇഷ്ടംമാതിരി കായുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നമുക്കൊരു സ്റ്റെബിലിറ്റി വേണം, നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പരിപാലനം ഉണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാ വർഷവും നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും. പിന്നെ ഇതിൻ്റെ മറ്റൊരു വശമെന്ന് പറയുമ്പോൾ പലരും ഇതൊക്കെ ചെയ്യാതെ, ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ചെയ്യാതെ ഞങ്ങളുടെ കാ കൊഴിഞ്ഞു പോകുന്നു, പൂ കൊഴിഞ്ഞു പോകുന്നു, കാ പിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം നമ്മൾ അതിന് കൊടുക്കേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാന്റുകൾക്ക് ചെയ്യുക. അപ്പോൾ ഈ വർഷം നല്ലൊരു വിളവെടുപ്പ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.